എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ തന്നെ ആദ്യത്തെ വൈഷ്ണവ ക്ഷേത്രം, ദേവരും നന്ദഗോപരും കുടികൊള്ളുന്ന ക്ഷേത്രം. പത്നി സമേതനായി ശ്രീലകത്ത് വാഴുന്ന ശ്രീകൃഷ്ണന് തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതിന് തൊട്ടുമുമ്പായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ തൃക്കുലശേഖരപുരത്താണ് ഈ കൃഷ്ണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വൈഷ്ണവ ക്ഷേത്രമാണിത്. പത്നി സമേതനായി ശ്രീലകത്ത് വാഴുന്ന ശ്രീകൃഷ്ണന് തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ഉപദേവതകളായി ഗണപതി, മഹാലക്ഷ്മി, പാർത്ഥസാരഥി, ഗരുഡൻ, ഗോവർദ്ധൻ, മോഹിനി, ഹനുമാൻ, വാസുദേവർ, നന്ദഗോപർ, അനന്തൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ശ്രീകൃഷ്ണൻ്റെ പിതാക്കന്മാരായ വസുദേവരും നന്ദഗോപരും ഇവിടെ പ്രത്യേകം ക്ഷേത്രങ്ങളിലാണ് കുടികൊള്ളുന്നത്. ഇതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ വിഗ്രഹം. ചേര ചക്രവർത്തിയും മഹാഭക്തനുമായിരുന്ന കുലശേഖര ആഴ്വാർ നടത്തിയ പ്രതിഷ്ഠയാണ് ഇവിടെയെന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ അരിയിട്ടു വാഴ്ച ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. മേടത്തിലെ വിഷു ദിവസം കൊടി കയറി നടത്തുന്ന കൊടിയേറ്റ ഉത്സവം, ചിങ്ങത്തിലെ അഷ്ടമി രോഹിണിയുമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. എല്ലാ മാസവും തിരുവോണം ഊട്ട് ഇവിടെ വിശേഷമായി നടക്കുന്നു. മണ്ഡലകാലത്ത് 41 വിളക്കിൻ്റെ അന്ന് മറ്റൊരു ക്ഷേത്രങ്ങളിലുമില്ലാത്തൊരു പ്രത്യേകതയായ വാതിൽ കാപ്പവർക്ക് എന്ന ഒരു എഴുന്നള്ളത്ത് ഈ ഒരു ക്ഷേത്രത്തിലുണ്ടാകും. വൈഷ്ണവ ഭക്തന്മാരായ 12 ആഴ്വാർമാരിൽ ഒരാളായ കുലശേഖര ആഴ്വാർ തന്നെയാണ് കുലശേഖര സാമ്രാജ്യ സ്ഥാപകൻ എന്നാണ് വിശ്വാസം. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇദ്ദേഹം നിർമ്മിച്ചതോ പുതുക്കി പണിതതോ ആണെന്നും പറയപ്പെടുന്നു. തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ സോപാനത്തിലേക്കുള്ള പടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുലശേഖരപ്പടിയായി അറിയപ്പെടുന്നു. വിഷ്ണുസ്തുതിയായ മുകുന്ദമാല ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ആ കൃതി അദ്ദേഹം ഈ ക്ഷേത്രത്തിലിരുന്നാണ് എഴുതിയതെന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് ധാരാളം ഭക്തരെത്താറുണ്ട്. ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു വെങ്കിടാചലപതി ക്ഷേത്രവും മഹാദേവ ക്ഷേത്രവും കാണാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയെന്ന് നോക്കാം. കളഭാഭിഷേകം, ചന്ദനം ചാർത്ത്, മുഴുക്കാപ്പ് എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. ദർശന സമയം രാവിലെ 5 മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുമാണ്. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം, തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നീ 3 ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിച്ച് വഴിപാടുകൾ കഴിച്ചാൽ സകലവിധ ദോഷങ്ങളും മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കുടുംബ പരദേവതയെ അറിയാത്തവർക്കായി സാധാരണ രീതിയിൽ ശൈവ വൈഷ്ണവ ശാക്തേയ സങ്കല്പത്തിൽ 3 ദേവതമാരെയും ആവാഹിച്ച് ത്രികാല പൂജ നിവേദ്യം സഹിതം നടത്താനാണ് സാധാരണ പറയുക. അതിനാൽ ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ്. പഞ്ചഭൂത അടിസ്ഥാനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശൃംഗപുരം മഹാദേവനെ കൂടി കണ്ടാൽ ഏറ്റവും വിശേഷമായി എന്നാണ് വിശ്വാസം. ആരോഗ്യം മെച്ചപ്പെടാനും ഇത് ഗുണകരമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പങ്കുവച്ചത് തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.